ആളുകൾ ഏറ്റവും കൂടുതൽ എന്നെ ഹെയ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആളുകൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം ചാനൽസിനെയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽസിനെയും ഒക്കെ ഫോളോ ചെയ്ത് പല മെന്റേഴ്സിനെയും കണ്ടുപിടിക്കും. ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഇല്ലാണ്ടായിരിക്കും സ്റ്റുഡൻസ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡൻസ് അവർ കൊടുക്കുന്ന പ്ലാറ്റ്ഫോംസ് ആയിരിക്കും യൂസ് ചെയ്യാറ്. അതിന്റെ ജെനുവിനിറ്റിനെ കുറിച്ചിട്ട് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ റെഗുലേഷനെ കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള വിദ്യാഭ്യാസം യോഗ്യത ആ കുട്ടികൾക്ക് ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ മിക്കവാറും ചില മെന്റേഴ്സ് കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ RBIന്റെ അലേർട്ട് ലിസ്റ്റിലുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഞാൻ RBIന്റെ അലേർട്ട് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ബേസിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിറങ്ങുമ്പോൾ ചെയ്യാതിരിക്കുക. സെബിയുടെ കമ്പീലിയൻസോട് കൂടിയിട്ടുള്ള ഏതെങ്കിലും ഒരു മെന്റർ എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് റെഗുലേറ്റഡ് മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചറും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെഗുലേറ്റഡ് അല്ലാത്ത മാർക്കറ്റുകളിലേക്ക് മനസ്സിലാക്കിയും കൊണ്ട് ഇറങ്ങാനും പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കണ്ടിറങ്ങി ബുദ്ധിയും വിവരമൊക്കെ യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും.